ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് അഞ്ജുവിന് ഹെയർ കളർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, ശ്രുതിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മള് ഇപ്പൊ സ്പാലാണ് ഇട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, അഞ്ച് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഏപ്രണൊക്കെ ഇട്ടിട്ട്. സോ ഗൈസ്, നമ്മൾ ആദ്യം ഹെയർ കളർ ചെയ്യാൻ പോവാണ്. ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ കൈ പിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. സോ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇത് ഞാൻ മുന്നേ അവൾക്ക് ചെയ്ത് കൊടുത്ത കളറാണ്. കുറേ ഒരു വർഷത്തോൻ്റെ മീതിയായി ഇത് ചെയ്തിട്ട്. ശ്രുതി ക്യാമറ എടുക്കൂ. അപ്പം ആ കളറാണ് കേട്ടോ. അപ്പം അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കളർ ചെയ്യാൻ പോകുന്നത് ഒരു ബർഗണ്ടി ഷെയ്ഡാണ്, ഒരു റെഡ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഇവിടെ ഫുൾ വേണം അല്ലേ? ഇവിടെയും ഇവിടെയും നിനക്ക് ഏകദേശം മനസ്സിലായാൽ ഇവിടെ ഈ ഒരു സൈഡ് ഇവിടെ ഇവിടെ എല്ലാരും ചോദിക്കും, നീ ഏതൊരു കളർ ഒരു സൈഡ് മാത്രം കളർ ചെയ്തേ, ഉടക്ക് കളർ ചെയ്യുന്നുണ്ടല്ലോ. ആ വലിയ ചീത്ത. പക്ഷെ നിന്റെ മുടി വെട്ടാൻ എന്റെ കൂട്ടുകാരികൾ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഒരു വെട്ടം ഞാൻ വെട്ടി പോയപ്പോ അവന്മാരെല്ലാം കടയിൽ പോയിട്ട് അവന്മാരെല്ലാം കൊളവാക്കിയായിരുന്നു. സോറി മൈ ഡിയർ ഫ്രണ്ട്. സോ ഗൈസ്, അപ്പോൾ ഹെയർ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം ഒന്ന് ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അതായത് എടുക്കുകയാണ്. അതായത് കണ്ടത് ഇങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇപ്പുറത്തുനിന്നായിരുന്നു ശരിക്കും ഷൂട്ട് ചെയ്യേണ്ടത്, പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർമ്മ വന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത് അലുമിനിയം ഫോയിൽ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്തിട്ട്, എന്താ പറയുക, നല്ല ഈവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് മടക്കി വെക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഹെയർ കളർ ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ ഒരു സൈഡ് ഹെയർ കളർ ചെയ്തു. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡാണ് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കണ്ടത്. ഇങ്ങനെ ഒന്നേ ഇടവിട്ട് എടുക്കണം, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ കളർ ചെയ്ത് വരുമ്പോൾ നന്നായിട്ടുണ്ടാവുക. അല്ലാണ്ട് ഒക്കെ ഒപ്പം ഒരു സൈഡിലാണ് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പോൾ അത് എഗെയിൻ അതേപോലെ തന്നെ എന്താണ് ഈ ഒരു കളറിങ്ങിൻ്റെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതാ 2 സൈഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇപ്പം ലാസ്റ്റ് ഈ ഒരു ക്രൗൺ സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ ഹെയർ എടുത്തതിന് ശേഷം സെയിം അത് എടുക്കാൻ ഒന്നേ രണ്ടെണ്ണം ശരിയായി കഴിഞ്ഞാൽ അത് ശരിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കിട്ടുന്നവരെ ഇങ്ങനെ മാറ്റി എടുക്കാം. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, സോ വെരി സിമ്പിൾ. ആരാ ഫോണില്? എന്റെ കെട്ടിയത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ചോദിക്കാൻ പാടില്ല. ഇനി ഗൈസ്, നമ്മൾ അടുത്തത് ശരണ്യക്കുട്ടിക്കാണ് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എന്ത് ഹെയർ കട്ടാ? അത് കഴിഞ്ഞിട്ട് അടുത്ത ആളോടെ മുടി പരത്തിട്ട് അങ്ങോട്ട് നിൽക്കാണ് ഗൈസ്. സോ ഇതാണ് നമ്മുടെ ശരണ്യയുടെ മുടി. കണ്ടോ, എലി കടിച്ച മാതിരി സൈഡൊന്നും കാണല്ല ഗൈസ്, ഇവിടുത്തെ മുടി കാണാനില്ല. ഇനി ഇത് നമുക്ക് ഹെയർ കട്ട് അടിക്കാം. ഞാൻ അടിക്കുന്നതായിരിക്കും. പക്ഷെ അല്ല ഫ്രണ്ട് എത്ര അത് വെട്ടിക്കോ. ഇന്ന് ഞങ്ങള് ഇതില് ഞാനൊരു കുട്ടിയാണ്. നീ മുറിക്കുന്നുണ്ടോ? ആ, നല്ല രസമുണ്ടല്ലോ. എടി എനിക്കും അതുപോലെ ഒന്ന് ഫ്രണ്ട് മുറിച്ചിട്ടോ. എടി എനിക്കും ഒന്ന് മുറിച്ചിട്ട് തരുമോടി ഫ്രണ്ടില് പറഞ്ഞതേ. നീ എന്നെ നോക്ക് കേട്ടോ, താഴെ നോക്കാൻ പാടില്ല. പക്ഷെ ഇവളെ മുടി നല്ല രസമുണ്ട്. ഇതൊക്കെ ഇത്രയൊക്കെ വെട്ടി കുഴപ്പമുണ്ടോ?
വെട്ടി കഴിഞ്ഞപ്പോഴാ നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അമ്മയോട് പറഞ്ഞു രസമൊന്നുമില്ല. കുഴപ്പമില്ലടി. ബാക്കിൽ നല്ല മുടി ഉണ്ടാവും. എന്റെ കണ്ടില്ലേ? എന്ത് വേണം നിനക്ക് തീരുമാനിക്കാം. ലെയർ കട്ട് ചെയ്യട്ടെ? ആ നന്നാക്കി തന്നാ മതി അല്ലേ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ കട്ട് ചെയ്യണോ? നിന്റെ മുടി മുറിക്കണോ? സോ ഗായ്സ്, ശരണ്യക്കുട്ടിക്ക് ലെയർ കട്ടാണ് വേണമെന്ന് പറഞ്ഞിട്ടോ. ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയാൽ മതി, ബാക്കിലൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഓരോ ലെയർ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുക. പല രീതിക്ക് ലെയർ കട്ടും സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഈസി വേ ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ ശരണ്യക്കുട്ടിയുടെ ഹെയറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഐ മീൻ എണ്ണ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതായത് ഓരോന്ന് വിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഓയിലൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ ഹെയർ കട്ട് ചെയ്യണതിന് മുന്നേ അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതർവൈസ് നമുക്ക് മുടി വെട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഗൈസ്. സോ ഇങ്ങനെയൊക്കെ സോ ഗൈസ്, നമ്മൾ ഹെയറിൻ്റെ ഫ്രണ്ടൊക്കെ മുറിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്ക് വശം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്. അധികം ഒന്ന് ലെങ്ത്ത് കുറയാണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളതിനെ കുറച്ച് നീറ്റാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മെഡിസിനക്കാർ വേണ്ടി വന്നു. സോ ഗൈസ്, ഹിബയ്ക്കും ഞാൻ സെയിം ലെയർ കട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ലെയർ കട്ടാണ്, അതിനോടാണ് എല്ലാവർക്കും പ്രിഫറൻസ്. സോ ഹിബയ്ക്കും ഞാൻ മുന്നേ വൺസ് ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വളർന്നായിരുന്നു. ഇപ്പോൾ അവളുടെ മുടി കാണുന്നുണ്ടാവില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ മുന്നേ കട്ട് ചെയ്ത് കൊടുത്താണ്, ഒരു 5-6 months ബിഫോർ. സോ ഗൈസ്, അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്ന് വെട്ടാൻ പോവാണ് കേട്ടോ. ഹേ ഗൈസ്, ഇപ്പം നമ്മൾ കുറച്ച് പേരുടെ മുടി വെട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ മുടി വെട്ടാൻ പോകുന്നത് ശ്രുതിയുടെ മുടിയാണ്. ഇനി ഞാൻ ശ്രുതിയുടെ മുടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ ശ്രുതിയുടെ മുടി. നല്ല ലെങ്ത് ഉള്ള മുടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല. ബാക്ക് അങ്ങനെ കാര്യമായിട്ട് കട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഫ്രണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഓക്കെ, ആർ യു റെഡി? സോ ഗൈസ്, ഞാൻ ശ്രുതിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ശ്രുതിയുടെ ഹെയർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് വന്നതിന് ശേഷം. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഞാൻ പൊതുവേ ഹെയർ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തവരൊക്കെ പറയാറുണ്ട് ഞാൻ മുടി വെട്ടുമ്പോൾ പെട്ടെന്ന് വളരുന്നുണ്ടെന്ന്. എനിക്കറിയില്ല ഗൈസ് ഇതിൻ്റെ എന്താണ് അതിൻ്റെ ബിഹൈൻഡ് എന്ന്. പക്ഷേ മേ ബി ചിലർ വെട്ടുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഞാൻ വെട്ടുമ്പോൾ പൊതുവേ മുടി വളരുന്നുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. എന്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അടുത്തൊരു ശ്രുതിയുടെ എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ശ്രുതിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. സോ സോ ഗായ്സ്, അപ്പോൾ ശ്രുതിക്ക് ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓർത്തത് അഞ്ജുനും ഓൾറെഡി നമ്മൾ ഹെയറിൽ കളർ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് റിമൂവ് ആകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് റിമൂവ് ആവാം. ഇതാകുമ്പോഴത്തും എൻ്റെ വീഡിയോസ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും അല്ലേ ഗേസ്. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതായത്. സോ നമുക്ക് ഷാമ്പു വെച്ചിട്ട് തന്നെ ഈ ഒരു ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കളർ കണ്ടോ, ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലൊരു അവളുടെ ആ ഒരു എന്താ പറയുക സ്കിൻ ടോണിനും അതുപോലെ ഹെയറിനൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണത്. നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഫുൾ ആവാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം
എന്താ പറയുക ടോട്ടലി വന്നപ്പം നന്നായിട്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ ഫുള്ള്. കണ്ടോ 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 ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. നേരെ മാതിരി ഇതാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കും കേട്ടോ. സോ ഗൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ അഞ്ചു വേറെ രീതിക്ക് മുടിയൊക്കെ കെട്ടി വേറൊരു ലുക്കായിട്ടുണ്ട്. കണ്ടോ ഇപ്പം കണ്ടോ ഇങ്ങനെയൊക്കെ ചുമ്മാ ക്ലിപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഹെയർ കളർ ചെയ്തപ്പോൾ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ സ്പായിലേക്ക് വന്നോളൂ കേട്ടോ. ആൻഡ് ഹിബ കണ്ടോ ഹിബയുടെ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ശരണ്യക്കുട്ടീനെ കാണിക്കാം. ഗൈസ് ഇവിടെ നോക്കൂ ഗൈസ്, ആരാണ് ഈ നിൽക്കുന്നത്? ഫുൾ ടോട്ടലി ലുക്കൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല പ്രിറ്റി ആയിട്ടുണ്ട് കാണാൻ. ഓക്കെ പിന്നെ ശരണ്യക്കുട്ടി ഭയങ്കര സ്റ്റൈലിഷ് ഗേൾ ആയി ഗൈസ് മുടിയൊക്കെ വെട്ടിയപ്പോൾ. ഒന്നിങ്ങനെ ആക്കിക്കോ. സോ ഗൈസ് നമ്മൾ അപ്പൊ എല്ലാവരുടെയും മുടിയൊക്കെ വെട്ടി. പിന്നെ ശ്രുതിയുടെ മുടി വെട്ടി, ഹെയർ കളർ ചെയ്തു. സോ എല്ലാവരും സുന്ദരികളായി ഗൈസ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്തോ. സോ ഗൈസ് നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് മീതയ്ക്ക് വന്ന സമയത്ത് ഓൾമോസ്റ്റ് 4 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ടീ ടൈം ആയിരുന്നു. അപ്പം ശരണ്യയുടെ വക തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബർഗർ ആയിരുന്നു. കാരണം ആൾക്ക് സ്റ്റീഫൻ്റെ കിട്ടിയതിൻ്റെ ചിലവാണ് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ അത് കഴിക്കട്ടെ. കണ്ടോ അപ്പോൾ 2 ബോക്സിലായിട്ടാണ് ബർഗർ വന്നത്. നമ്മൾ പിക്കിറ്റിൽ നിന്നാണ് എപ്പോഴും ഓർഡർ ചെയ്യാറ്. സോ ഗൈസ് പിക്കിറ്റിൽ നിന്ന് വന്നതാണ്. ഓക്കെ എടുക്ക് എടുക്ക്. സൂം ചെയ്തോ ഓൾറെഡി. മാമ അടുത്ത ബൈറ്റ്. എന്താ മാമ ഇങ്ങനെ കഴിക്കുന്നത്? ഒന്നും കൂടെ കടിക്കണം, ബൈറ്റ് കിട്ടിയില്ല. മതിയോ? സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടാറ്റ ബാബ പറയും. ടാറ്റ ബൈ. അവിടെ